സുധാ ബിജു തുടരുന്നുണ്ട്. ഇതിനിടയിൽ അജയ്, ഈ യുദ്ധത്തിലെന്നതുപോലെ ചർച്ചകളിലും അമേരിക്ക കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നാണ് ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്നത്. അത് വ്യക്തമാവുകയാണ്. യുക്തിസഹമായ ഒരു കരാറിന് അമേരിക്ക സമ്മതിക്കുന്നത് വരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഇറാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനും അമേരിക്കയും പല വിഷയങ്ങളിലും ധാരണയിലെത്തിയിട്ടുണ്ടെന്നും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു വെക്കുന്നത്. 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഈ ചർച്ചകൾ നടന്നതെന്ന് നമുക്കറിയാം. ഒരു കൂടിക്കാഴ്ച കൊണ്ട് തന്നെ കരാറിലെത്താമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. അതായത് US വിട്ടുവീഴ്ച ചെയ്യണം നിലപാടുകളിൽ എന്നാണ്. വിട്ടുവീഴ്ച ഒട്ടും ചെയ്യാത്ത പശ്ചാത്തലമാണ് ഈ ചർച്ചകളെ മുടന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടതോ ട്രംപിന്റെ നീക്കമാണ് നീ കാത്തിരിക്കേണ്ടത്. അങ്ങനെ ഈ ഏകപക്ഷീയമായ ഒരു ചർച്ചയായി ഇറാൻ ഇതിനെ കാണുന്നത് വളരെ പ്രധാനമാണല്ലോ അജയ്. രഞ്ജിത്ത്, നമ്മൾ ഈ ചർച്ചകൾ ഇസ്ലാമാബാദിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും ഈ ചർച്ചകൾക്ക് മുന്നോടിയായി അവർ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോൾ അതിൽ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളായ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ആണവോർജ്ജം സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങൾ അത് അമേരിക്കയും മറ്റ് ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കണം എന്നുള്ളതാണ്. അതായത് അതിലവർ എടുത്തു പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം എന്നതാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന 15 നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഇറാന്റെ ആണവോർജ്ജങ്ങൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലെ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഇറാനിലെ യുറേനിയ സമ്പുഷ്ടീകരണം അത് പരിമിതിപ്പെടുത്തണം എന്നുള്ളതാണ്. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറാൻ അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് വിധേയമാകണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം 21 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചയിലും ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇപ്പോൾ ഹോർമുസിന്റെ വിഷയത്തിലാണെങ്കിലും ഇറാന്റെ നിലപാടിനോട് അധികം ഒരു വ്യത്യസ്തമല്ലാത്ത നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. കാര്യം അതിന്റെ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. കാര്യം ഹോർമുസിൽ എന്ത് തന്നെ സംഭവിച്ചാലും അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ നഷ്ടവുമില്ല. കാരണം അമേരിക്ക അതുവഴി വ്യാപാരം നടത്തുന്നില്ല. അതുവഴി വ്യാപാരം നടത്തുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഹോർമുസിന്റെ വിഷയത്തിൽ അവർ നിലപാടെടുക്കണം എന്നതാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിലൂടെ അതുപോലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോഴൊക്കെ വ്യക്തമാക്കിയത് ഈ മറ്റ് രാജ്യങ്ങൾക്ക് ഇറാനോട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഹോർമുസിന്റെ വിഷയം മാത്രമാണ് നിലവിൽ ഞങ്ങൾക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹോർമുസിന്റെ കാര്യത്തിൽ നിലവിൽ അങ്ങനെ വലിയ കടുംപിടുത്തങ്ങൾക്ക് അമേരിക്ക നിൽക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ആണവ ആയുധത്തിന്റെ കാര്യം അത് ഒരിക്കലും അമേരിക്കയെ മാത്രമല്ല ഇസ്രായേലിനെ കൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാനിൽ ഒരു ആണവായുധം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രായേലിനും വലിയ ഒരു ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം വന്നപ്പോഴും അതിലും ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറഞ്ഞത് ഇറാനെ ഇനി ആണവായുധം നിർമ്മിക്കാൻ സാധിക്കാത്ത രീതിയിലാക്കും എന്ന ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഇപ്പോ നിലവിൽ US-ന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നിലപാടും അത് തന്നെയാണ്. ഇറാൻ ഒരിക്കലും ദീർഘദൂര മിസൈലുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം അത് ഡെവലപ്പ് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ആണവായുധം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അത്രയും തോതിലുള്ള യുറേനിയം ഒരിക്കലും ഇറാന്റെ കയ്യിൽ ഉണ്ടാകരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തക്ക നിയന്ത്രണം കൊണ്ടുവരിക, ഈ ഒരു ആവശ്യത്തിലൂന്നിയാണ് അമേരിക്കയുടെ ചർച്ചകൾ. ഇപ്പോൾ ഇന്ന് രാവിലെ JD വാൻസ് ഈ ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോഴാണെങ്കിലും അദ്ദേഹം അധികം കാര്യങ്ങൾ വിട്ടു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് നിലവിൽ നമുക്ക് കടക്കാനാകില്ല എന്നാണ്. ഇനിയിപ്പോ ട്രംപിന്റെ നീക്കം എന്താണ്, അമേരിക്കയുടെ നീക്കം എന്താണ്, ഒപ്പം ഇസ്രായേൽ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വിവരം പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ നടന്ന US ഇറാൻ ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചതിന് പിന്നാലെ ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ സൂചനയായി പുറത്തു വരുന്നത്. അതായത് ഇറാൻ്റെ നമുക്കറിയാം ഏറ്റവും അധികം എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാന്. ഈ ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ ആയുധം നാവിക ഉപരോധമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുഎസിൻ്റെ അന്തിമ നിർദ്ദേശം ഇറാൻ നിരസിക്കുകയാണെങ്കിൽ എണ്ണക്കയറ്റുമതി തടയും എന്നുള്ള മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ് ട്രംപ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക അത്തരം ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നു എന്നാണ്
എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഉപരോധ നീക്കത്തിൽ വലിയ സൈനിക നടപടികളിലൂടെ പ്രസിഡന്റ് ട്രംപ് വെനസ്വേലയുടെ ഏകാധിപതി നിക്കോളാസ് മഡൂറോയെ, നമുക്കറിയാം എങ്ങനെയാണ് നിക്കോളാസ് മഡൂറോയെ ഇല്ലാതാക്കിയതെന്നും മഡൂറോയെ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ടുവന്ന് വിത്തിൻ അവേഴ്സ് അമേരിക്കയിൽ എത്തിക്കുകയും ഇപ്പോൾ മഡൂറോ അവിടെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വെനസ്വേല പൂർണ്ണമായി ഇപ്പോൾ അമേരിക്കയുടെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലുമാണ്. അവിടുത്തെ എണ്ണയിലൊക്കെ ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ താല്പര്യവും കണ്ണുകളും നിയന്ത്രണവുമുണ്ട്. അങ്ങനെ വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ പുതിയ ഭരണകൂടം ഇപ്പോൾ ട്രംപിനൊപ്പം അമേരിക്കയ്ക്ക് നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. സമാനമായ ഭീഷണിയാണ് ഇപ്പോൾ ഇറാനെതിരെയും ട്രംപ് ഉയർത്തുന്നത്. നമുക്കറിയാം ഇതിന് മുൻപും ഇത്തരം ചില കാര്യങ്ങളൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കും, അവരെ തീർക്കും, അവരുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ധാരണയ്ക്കും ഞങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് പറയുകയാണ്. വെനസ്വേലയുടെ സാമ്പത്തിക രംഗം, സാമ്പത്തിക ഭദ്രത എങ്ങനെ തകർത്തോ ആ തരത്തിൽ എണ്ണയ്ക്ക് കയറ്റുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് എണ്ണ വരുമാനത്തെ ഇല്ലാതായിക്കൊണ്ടുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, അതൊരു വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു പുതിയ അടവാണ് ട്രംപിൻ്റേത്. അതായത് ഇറാന് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ഉപരോധങ്ങളുണ്ട്. അതിനൊപ്പം പൂർണ്ണമായും അവരുടെ എണ്ണ കയറ്റുമതി നിരോധിക്കുകയും സാങ്ഷൻസ് ഏർപ്പെടുത്തുകയും ചെയ്താൽ അത് ആ രാജ്യത്തിൻ്റെ അടിത്തറ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു പുതിയ നിലപാടായി ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലൂടെ അമേരിക്ക ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നിലവിലൊരു ആഗോള എണ്ണ പ്രതിസന്ധി വന്നപ്പോൾ അമേരിക്ക തന്നെയാണ് ഇറാന്റെ ഒരു ഓയിൽ റിസോഴ്സസിന് മേലുണ്ടായിരുന്ന ഉപരോധം പിൻവലിക്കുന്നത്. ഈ സമുദ്രത്തിൽ തന്നെ ഏതാണ്ട് 140 മില്യൺ ഇറാനിയൻ എണ്ണ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവയെല്ലാം റിലീസ് ചെയ്യുന്ന ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതനുസരിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഉൾപ്പെടെ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ആണെങ്കിലും ഇറാനിൽ നിന്നുള്ള LPG ആണെങ്കിലും എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ചർച്ചകൾ അങ്ങനെ ഫലവത്താകാതെ പോകുന്നത് കാരണം തന്നെയാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ സമുദ്ര ഉപരോധം അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആലോചനകൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇതിന്റെ ഭാവി എത്രമാത്രമാണ് എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രവചിക്കാനാകില്ല. കാരണം ഇപ്പോൾ കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവയൊന്നും തന്നെ അങ്ങനെ അധികം ഇപ്പോൾ അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഈ ഇറാനിയൻ എണ്ണ വാങ്ങിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് കാരണമാണ് ഇപ്പോൾ ഈ സമുദ്രത്തിൽ മുൻപ് നിന്നിരുന്ന ഈ ഇറാനിയൻ എണ്ണ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുകയും അതിന്റെ വ്യാപാരം താൽക്കാലികമായെങ്കിലും പുനരാരംഭിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഹോർമുസിൽ നിന്നുള്ള ഈ എണ്ണ ഗതാഗതം നിലച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാനിയൻ എണ്ണ കൂടി അമേരിക്ക ഉപരോധിക്കുകയാണെങ്കിൽ ഇനി ആഗോള എണ്ണ വിതരണത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റഷ്യക്ക് മേലുണ്ടായിരുന്ന ഉപരോധം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി ഏഷ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും റഷ്യൻ എണ്ണ വാങ്ങാം എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പഴയതുപോലെ എണ്ണ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.